أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പാരായണം ചെയ്യപ്പെട്ട ആയത്തുകളുടെ അർത്ഥം: ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. പറയുക, പ്രഭാതത്തിൻ്റെ നാഥനെ ഞാൻ അഭയം പ്രാപിക്കുന്നു, അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ ദോഷങ്ങളിൽ നിന്ന്. സൂറത്തുൽ ഫലക്കിലെ 1-ാമത്തെ വചനത്തിൻ്റെ തഫ്സീറാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിഷയമാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചിലർ ഇത് സംബന്ധമായി ഒരു ചോദ്യം ഉന്നയിക്കാറുണ്ട്. അതായത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളങ്കമില്ലാത്ത ഒരു പ്രവാചകനാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഔദു ചൊല്ലുന്നതിലൂടെ ഒരാൾ താൻ തെറ്റുകാരനാണ് എന്ന് സമ്മതിക്കൽ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശൈത്താൻ മുസ്ലിമാണെന്ന് പറയുകയും എന്നിട്ട് ഔദു ചൊല്ലുകയും ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം? ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഔദു ചൊല്ലുന്നത് താൻ തെറ്റുകാരനാണെന്ന് സമ്മതിക്കൽ കൂടി തന്നെയാണ്. കളങ്കമില്ലാത്ത പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നതിലൂടെ അവിടെ അള്ളാഹുവിൻ്റെ ആജ്ഞയെ പരിപൂർണമായി അനുസരിക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. തൻ്റെയും തൻ്റെ ജമാഅത്തിൻ്റെയും മേൽ ശൈത്താൻ്റെ അക്രമം ഭാവിയിൽ ഉണ്ടാവാതിരിക്കാൻ കൂടി വേണ്ടിയാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നത്. സൂറത്തുൽ ഫലക്കിൽ മനുഷ്യനല്ലാത്ത മറ്റ് സൃഷ്ടികളിൽ നിന്നും സംഭവിക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള പ്രാർത്ഥനകളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നാസിൽ മനുഷ്യരിൽ നിന്നും സംഭവിച്ചു പോകാൻ സാധ്യതയുള്ള തെറ്റുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമുള്ള സംരക്ഷണമാണ്. റബ്ബ് എന്നാൽ ആ അസ്തിത്വത്തെയാണ് പറയുന്നത്. അതായത്, ഒരു മനുഷ്യനെ പടിപടിയായി ഉയർത്തിക്കൊണ്ട് ഉന്നതിയിലെത്തിക്കുന്നു. ഇവിടെ നാം ദുആ ചെയ്യുന്നത് എന്തെന്നാൽ, അള്ളാഹു നമ്മുടെ ഉയർച്ചയെ ഉന്നതിയിലെത്തിക്കുവാനും അതുപോലെ അതിൽ തന്നെ നിലനിർത്തുന്നതിനും വേണ്ടിയാണ്. മാത്രമല്ല, ഒരു ശത്രുവും ഈ ഉന്നതിയുടെ കെട്ടിടത്തിന് കേടുപാട് വരുത്താതിരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഫലഖ് എന്ന വാക്കിന് 7 അർത്ഥങ്ങളുണ്ട് എന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അതിലെ ആദ്യത്തെ അർത്ഥം പ്രഭാതം എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ആയത്തിന് പ്രഭാതത്തിൻ്റെ റബ്ബിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് അർത്ഥം വരും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷം ജീവിച്ചു. ആ കാലം എന്നത് വളരെ ബുദ്ധിമുട്ടുകയും പ്രശ്നങ്ങളും വേദനകളും നിറഞ്ഞതായിരുന്നു. അതായത്, അതൊരു അന്ധകാരം നിറഞ്ഞ രാവുകളായിരുന്നു. എന്നാൽ അതിനുശേഷം ഹിജ്റത്ത് ചെയ്ത് മദീനയിലെത്തിയ ശേഷം പിന്നീട് അങ്ങോട്ട് വിജയത്തിൻ്റെ പ്രഭാതങ്ങളായിരുന്നു. പക്ഷെ തുടക്കത്തിൽ വിജയമാകുന്ന പ്രഭാതത്തിൻ്റെ ചെറുവെളിച്ചം മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ചിലർക്ക് മാത്രമേ കാഴ്ച ലഭിച്ചുള്ളൂ. സൂര്യൻ്റെ ശക്തിയേറിയ പ്രകാശം പിന്നീട് വരുമെന്നത് അവർക്ക് തീർച്ചയായിരുന്നു. പൂർണ്ണമായ വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, അതിൽ നല്ലതും അതുപോലെ തന്നെ മോശമായതും, അതുപോലെ സൗന്ദര്യവും അതുപോലെ സൗന്ദര്യമില്ലായ്മയും, ഉയർച്ചയും അതുപോലെ വീഴ്ചയും രണ്ടും നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ പൂർണ്ണമായ വെളിച്ചമുള്ള സമയം. ആയതിനാൽ ഏതുപോലെ ഉയർച്ചയ്ക്ക് അതുപോലെ തന്നെ വീഴ്ചയ്ക്കും വളരെയേറെ സാധ്യതയുണ്ട്. അതായത്, മനുഷ്യൻ നല്ല വഴി തിരഞ്ഞെടുക്കാൻ എത്രമാത്രം സാധ്യതകളുണ്ടോ അത്രയും സാധ്യതകൾ മോശമായ വഴി തിരഞ്ഞെടുക്കാനും അവൻ്റെ മുന്നിൽ തെളിയുന്നതാണ്. അള്ളാഹു തീർച്ചയായും വികസനം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ വികസനത്തിൻ്റെ പോരായ്മകളാൽ നാം നാശമടഞ്ഞു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ശൈത്താൻ്റെ വഴിയിലൂടെ നാം പോകാതിരിക്കാൻ അള്ളാഹു നമ്മെ ദുആ പഠിപ്പിക്കുന്നു.
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പ്രഭാതത്തിൻ്റെ നാഥനിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. അതിനുശേഷം ഫലക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥത്തെക്കുറിച്ച് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു. രണ്ടാമത്തെ അർത്ഥം എല്ലാ സൃഷ്ടികളും എന്നതാണ്. ഈ അർത്ഥമനുസരിച്ച് ഈ ആയത്തിൻ്റെ പരിഭാഷ എല്ലാ സൃഷ്ടികളുടെയും റബ്ബായ അള്ളാഹുവിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്നാകുന്നു. ഈ സൂറത്തിൻ്റെ തഫ്സീർ തുടരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.